ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഗുണ്ടകളോട് ആരാ സംസാരിക്കുക? നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നന്ദേട്ടന് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവൻ കൊടുത്തും ഞാൻ നന്ദേട്ടനെ രക്ഷിക്കും. അച്ഛൻ എനിക്ക് അതിന് പകരമായിട്ട് ഒന്നും തരണ്ട. നന്ദേട്ടൻ എന്റെ ദൈവം. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാച്ച. മോളെ, എന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ നീ കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ മറക്കില്ല. അച്ഛൻ എനിക്ക് പ്രത്യേകമായി ഒരു സൗജന്യവും തരണ്ട. അച്ഛന്റെ മൂത്ത മരുമോളോടുള്ള സ്നേഹം മാത്രം മതി. അച്ഛന്റെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല. എനിക്ക് അച്ഛനോട് ചിലത് പറയാനുണ്ട്. എന്താ മോളെ? എന്തായാലും മോൾ അച്ഛനോട് പറയൂ. അച്ഛൻ അതിന് പരിഹാരം ഉണ്ടാക്കും. എന്താ ഇത്? നന്ദേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഈ ചരടിൽ കോർത്ത താലി നഴ്സ് എന്റെ കയ്യിലേക്ക് തന്നു. എന്താ അച്ഛാ അതിനർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദേട്ടൻ എന്നോട് കാണിച്ച വെറുപ്പും വിദ്വേഷവും എല്ലാം ഇതിന്റെ പേരിലായിരുന്നു. എന്നോട് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞതും ഇതിനായിരുന്നു. എന്താ മോളെ നീ പറഞ്ഞു വരുന്നത്? അച്ഛാ, നന്ദേട്ടന് മറ്റേതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. അവളുമായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് അവളെ താലികെട്ടാൻ പോകുമ്പോഴാ ഇത് സംഭവിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോട് എത്ര ക്രൂരത കാണിച്ചാലും നന്ദേട്ടനെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാ. കാരണം നന്ദേട്ടൻ എന്റെ ഭർത്താവാ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛനറിയാലോ, 7 കൊല്ലം അച്ഛന്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു പോയി. എന്നിട്ടും ആ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയില്ല. ആരെയും ഉപേക്ഷിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി എങ്ങോട്ടേലും പോകാമായിരുന്നു. വേറെ വിവാഹം കഴിക്കായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. എന്നെങ്കിലും നന്ദേട്ടൻ തിരിച്ചു വരുന്ന കാത്ത് ഞാൻ ആ വീട്ടിൽ തന്നെ ജീവിച്ചു. അച്ഛനെയും ആ വീടിനെയും ബിസിനസ്സും എല്ലാം ഞാൻ നോക്കി. 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അച്ഛന്റെ മോന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാനും ഒരു പെണ്ണല്ലേ അച്ഛാ? മോളെ, സമാധാനപ്പെടും. അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ല. ഇത്രയും നാൾ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നാ അച്ഛൻ വിചാരിച്ചത്. പിന്നെ നിങ്ങൾക്കിടയിലെ വഴക്കും ബഹളവും അതൊക്കെ സാധാരണ ഏത് കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ അച്ഛൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇത് അച്ഛൻ അറിഞ്ഞില്ല മോളെ. അത് മാത്രമല്ല അച്ഛ, നന്ദേട്ടൻ എന്നോട് കാണിച്ച ക്രൂരത. ഞാനൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചപ്പോ നന്ദേട്ടൻ അതിനും എതിര് നിന്നു. എല്ലാ ഭാര്യമാരെയും പോലെ ഒരമ്മയാവാനുള്ള ആഗ്രഹം എനിക്കും ഇല്ലേ? നന്ദേട്ടൻ അതിനും വിലങ്ങുതടിയായിട്ട് നിന്നു. ഇപ്പൊ നന്ദേട്ടൻ കിടക്കുന്ന ഈ അവസ്ഥയിൽ എനിക്കിനി അങ്ങനെ പോലൊരു പ്രതീക്ഷ ഉണ്ടാവുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? മോളെ, അച്ഛൻ വിഷമിക്കണ്ട. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അച്ഛനും ആ കുടുംബം എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. പ്ലാസ്മ മാത്രമല്ല, എന്റെ ജീവൻ വരെ എന്റെ നന്ദേട്ടന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാ. ജീവിതത്തിൽ ഞാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോവില്ല. അദ്ദേഹത്തിന്റെ ജീവൻ ഞാൻ രക്ഷിക്കും. എന്റെ പൊന്നു മോളെ, എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിന്റെ ഈ നന്മയ്ക്ക് അതൊന്നും പകരമാവില്ല. എനിക്ക് മറ്റാരെക്കാളും വലുത്
ഇപ്പൊ മോള് തന്നെയാ. എനിക്കിനി നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു മക്കളും മരുമക്കളും എല്ലാം. നന്ദന്റെ ജീവിതത്തിലേക്ക് ഇനി നീയല്ലാതെ മറ്റൊരു പെണ്ണും വരില്ല. ഇത് അച്ഛൻ നിനക്ക് തരുന്ന വാക്കാ. കിളവൻ വീണു. എന്റെ അഭിനയം കണ്ട് ഫ്ലാറ്റായി. എല്ലാം സത്യമാണെന്നങ്ങ് വിശ്വസിച്ചു. ഇത് മതി. ഇയാളെ കോമാളിയാക്കി മുന്നിൽ നിർത്തി ഞാൻ എല്ലാം നേടും. നെല്ലിശ്ശേരി വീട് ഇനി അവന്തികയുടെ വീടായിട്ട് മാറും. അർച്ചനെ ഞാൻ എന്റെ കാൽച്ചുവട്ടി വരുത്തും. അവളെ കൊണ്ട് എന്റെ പാദസേവ ചെയ്യിക്കും. ചെങ്കൽ മധു. അവനെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? പാവാച്ചൻ ആകെ തകർന്നു പോയിരിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പോലും അച്ഛനോട് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ വീട്ടിൽ കയറി ആക്രമിച്ച് അച്ഛനെ തല്ലി, എല്ലാവരും ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ശരിയാണോ സച്ചേട്ടാ? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. എത്ര വലിയ ഗുണ്ടയായാലും നിയമത്തിന് മുകളിലൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മൾ അവനെതിരെ കേസ് കൊടുക്കുന്നത് പ്രശ്നങ്ങള് കൂടുതൽ വഷളാക്കാൻ ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം കൊല്ലപ്പെട്ടത് അവന്റെ സഹോദരിയെ, അതും ഗർഭിണിയായ ഒരു പെൺകുട്ടി. അനൂപേട്ടനെ പോലീസ് കൊണ്ടുപോയതുകൊണ്ട് അവര് വീട് ആക്രമിച്ചു, അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഒരു കേസ് കൊടുക്കുന്നത്? ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യത്വം ഇല്ലാത്ത ക്രിമിനൽസ് അവര്. ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് നിയമത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും അവനുമായ ഒരു സെറ്റിൽമെന്റിൽ എത്താൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. എങ്ങനെ? ആ ഗുണ്ടകളോട് ആരാ സംസാരിക്കുക? നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം.